Dear students, today we are going to discuss a new term, life cycle costing. What is life cycle costing? The term itself says the meaning. Life cycle costing is evaluating the cost of a product or project by considering its entire life. ഒരു എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. ലൈഫ് സൈക്കിളാണല്ലേ, ഇൻട്രൊഡക്ഷൻ മുതൽ എൻഡ് വരെ അല്ലെങ്കിൽ അബാൻഡൻമെൻറ്റ് വരെ അല്ലേ, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലാനിങ് മുതൽ എന്താണ് അത് മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ട് അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് വരെ അല്ലേ, അത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. ഇവിടെ ഒരു മീനിങ് പറയുന്നുണ്ട്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് അക്യുമുലേറ്റിംഗ് കോസ്റ്റ് ഓവർ എ പീരിയഡ് ഓർ പ്രൊജക്ട്സ് എൻറ്റയർ ലൈഫ്. എന്താ പറയുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയും എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണെന്ത്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഈസ് ദ കോസ്റ്റിംഗ് അപ്രോച്ച് ദാറ്റ് കൺസിഡർ ദ സം ഓഫ് ഓൾ ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ പ്രൊജക്റ്റ് ഡ്യൂറിങ് ദ ഓപ്പറേഷണൽ ലൈഫ്. ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഓപ്പറേഷണൽ ലൈഫിലുള്ള എൻറ്റയർ കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റിംഗ് ചെയ്യുന്ന ഒരു മെത്തഡാണെന്ത്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് അക്യുമുലേറ്റ് കോസ്റ്റ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തുടങ്ങുന്ന മുതൽ ഫിനിഷ് ആവുന്നവരെയുള്ള എല്ലാ തരത്തിലുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഒരു മാനേജർക്ക് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ് എന്ത്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. then ഇവിടെ നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിനെ തന്നെ വൂമ്പ് ടു തോമ്പ് കോസ്റ്റിംഗ് എന്ന് പറയും. അതായത് ജനനം മുതൽ മരണം വരെ എന്നാൽ, അല്ലെങ്കിൽ ക്രാഡിൽ ടു ഗ്രേവ് എന്നാൽ തൊട്ടിൽ മുതൽ അല്ലെ സ്വാകുടീരം വരെ അല്ലെ, ക്രാഡിൽ ടു ഗ്രേവ് കോസ്റ്റിംഗ് എന്ന് പറയുന്നു, ബോൾ ലൈഫ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് വൂമ്പ് ടു തോമ്പ് കോസ്റ്റിംഗ്, വോൾ ലൈഫ് കോസ്റ്റിംഗ് ആൻഡ് ക്രാഡിൽ ടു ഗ്രേവ് കോസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ദെൻ നമ്മൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ ടൈപ്സ് നോക്കാം. ദർ ആർ മെയിൻലി 2 types ഓഫ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആൻഡ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ഇവിടെ എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അനലൈസ് ചെയ്യുക, എന്നാൽ എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോഡക്റ്റ് ലൈഫ് കോസ്റ്റിംഗ് എന്ന് പറയാം. അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് മുതൽ അത് മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നവരെ അബോണ്ടൻമെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു കോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. എന്താണ്, വെൻ യു ആർ ഇവാലുവേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ബൈ കൺസിഡറിങ് ഇറ്റ്സ് എൻറ്റയർ ലൈഫ് അല്ലെ, എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും പ്രൊജക്റ്റ്, അവിടെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇവിടെ പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് മീൻസ് ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓവിങ് എ ഫിസിക്കൽ അസറ്റ് ആവാം. നമ്മളൊരു ഫിസിക്കൽ അസറ്റ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ കാര്യമാവാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഇവാലുവേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ഓവിങ് എ ഫിസിക്കൽ അസറ്റ് ഓർ പ്രൊജക്റ്റ് ബൈ കൺസിഡറിങ് ഇറ്റ്സ് എൻറ്റയർ ലൈഫ്. ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റിൻ്റെ എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്തുകൊണ്ട് അത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എന്താ കോസ്റ്റ് വരുമെന്ന് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് എന്ത്, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൊജക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസറ്റ് നമ്മൾ ഓവ് ചെയ്യുകയായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഓവിങ് എ ഫിസിക്കൽ അസറ്റ് ബൈ സ്റ്റഡിയിങ് ദ എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ് ഓർ പ്രൊജക്റ്റ്. എന്താണ്, നമ്മൾ ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് മൊത്തം സ്റ്റഡി ചെയ്തുകൊണ്ട് ആ അസറ്റ് വാങ്ങണോ വേണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു മെത്തഡാണ് എന്ത്, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഇവിടെ പ്രോഡക്റ്റാണ് നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ആണ് അനലൈസ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഓവിങ് എ ഫിസിക്കൽ അസറ്റ് ആവും, ഒരു ഫിസിക്കൽ അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഏത് കേസ് ആണെങ്കിലും എന്താണ് അതിൻ്റെ എൻറ്റയർ ലൈഫ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റിംഗ് നടത്തുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നു, മെഷീനറി എയും മെഷീനറി ബിയും, ഏത് വാങ്ങണം നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മെഷീനറീൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ അതിൻ്റെ അവസാനം വരെ വോൾ എൻറ്റയർ ലൈഫ് വരെയുള്ള കംപ്ലീറ്റ് കോസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ ബി സെലക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ എൻറ്റയർ ലൈഫിലുള്ള കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓവിങ് ഫിസിക്കൽ അസറ്റ് വാങ്ങണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്ന മെത്തഡാണ് എന്ത്, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ് 3 തരത്തിലാണുള്ളത്. അതായത് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ളത്. ഒന്ന് ഇനീഷ്യൽ കോസ്റ്റാണ്, 2 ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്, 3 ഡിസ്പോസൽ കോസ്റ്റാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായിരിക്കും ഇനീഷ്യൽ കോസ്റ്റ്, എന്തായിരിക്കും, കോസ്റ്റ് ഇൻകേർഡ് ഇനീഷ്യലി ഫോർ അക്വയറിംഗ്
that asset or project ആ പ്രൊജക്റ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസറ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനീഷ്യലി വരുന്ന കോസ്റ്റാണ് എന്ത് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ കോസ്റ്റ് ഇൻക്ലൂഡ് അക്വസിഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, കമ്മീഷൻ പെയ്ഡ്, ഡിസൈനിങ് കോസ്റ്റ് ആൻഡ് ടെസ്റ്റിംഗ് കോസ്റ്റ് എക്സെട്ര. So, initial cost is a cost incurred initially for acquiring a particular assets or project is called initial cost. And initial cost incurred acquisition cost, installation cost, commission cost, designing and testing cost, etc. Then next is operating cost. What do you mean operating cost? എന്തായിരിക്കും operating cost? എന്തായിരിക്കും cost incurred for operating that project or asset. ആ പ്രൊജക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റാണ് എന്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻകേർ ചെയ്യുന്ന കോസ്റ്റ് നമുക്കെന്ത് പറയാം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ കൺട്രോൾ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ് അതൊക്കെയാണ്. ആ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വരുന്ന ചിലവുകൾ മെറ്റീരിയൽ കൺട്രോൾ ആവാം, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആവാം, ട്രെയിനിങ് ആവാം, റിക്രൂട്ട്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് അവിടെ വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് എന്താണ് കോസ്റ്റ് ഇൻകേർഡ് ഇനീഷ്യലി ഫോർ അക്വയറിംഗ് ദ പ്രൊജക്റ്റ്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താണ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദാറ്റ് പ്രൊജക്റ്റ്. ദെൻ ഫൈനലി ഡിസ്പോസൽ കോസ്റ്റ്. എന്തായിരിക്കും ഡിസ്പോസൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ആ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ലൈഫ് മൊത്തം കഴിഞ്ഞു, ഇനി നമുക്ക് അതിൽ നിന്നൊന്നും റിട്ടേൺ ഒന്നും കിട്ടാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ഡിസ്പോസ് ചെയ്യണം അല്ലേ. അത് നമ്മളത് റിമൂവ് ചെയ്തിട്ട് ആ സ്പേസ് വേറെ എന്തിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റാണ് എന്ത് ഡിസ്പോസൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ കോസ്റ്റ് ഓഫ് ഡിസ്പോസിങ് ആണ്. നമ്മൾ എന്താണ് ആ യൂസ്ലെസ് ആയിട്ടുള്ള ആ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അസറ്റ് എന്താണ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ സ്പേസ് വേറെ എന്തിനും യൂട്ടിലൈസ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റാണ് എന്ത് ഡിസ്പോസൽ കോസ്റ്റ് എന്ന് പറയുന്നത്. So, disposal cost is a cost which incurred for disposing the assets and making the space good for next use. എന്തായിരുന്നത് ഡിസ്പോസിങ് ദ അസറ്റ്സ് ആൻഡ് മേക്കിംഗ് ദ സ്പേസ് ഗുഡ് ഫോർ നെക്സ്റ്റ് യൂസ് അല്ലേ. ഇപ്പോൾ എൻ്റെ ഫാക്ടറിയിൽ ഞാൻ എന്ത് ചെയ്തൊരു മെഷീനറി വലിയൊരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തു. 5 വർഷം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, ഡിപ്രീസിയേറ്റ് ചെയ്ത് പോയി. അതിലെല്ലാം മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്തു. പിന്നെ ആ മെഷീനറി ആ സ്പേസിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല. ആ മെഷീനറി ആ സ്പേസിൽ നിന്ന് മാറ്റിയാൽ ആ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മെഷീനറി അവിടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ അതിന് നമുക്ക് എന്ത് പറയാം ഡിസ്പോസൽ കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് മീൻസ് കോസ്റ്റിംഗ് evaluating the cost of a project or product by considering the entire life of that project, the start to finish എന്ന് പറയാം. And this costing is also called cradle to grave costing, womb to tomb costing, whole life costing, etc. There are mainly 2 types of life cycle costing. First one is product life cycle costing, second one is project life cycle costing. When we are evaluating the cost of a product by considering the entire life of that product is called product life cycle costing. Then when we are going to acquire an assets or investing in a project while considering the entire life of that project, it is called project life cycle costing. There are mainly 3 types of costs incurred while acquiring a project or while investing in an asset. That is initial cost, operating cost and disposal cost. Initial cost means cost incurred initially for acquiring that project or asset. It include acquisition cost, installation cost, commission cost, designing and testing cost, etc. The second type of cost is operating cost. Cost incurred for operating that project is called operating cost, and it include material control, material handling, training, recruitment cost, etc. Then finally the disposal cost. Disposal cost is cost of disposing that project and making the space good for next use is called disposal cost, and it is also called cost of disposing that project. Okay, ഇത്രയാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് കൂടെ നോക്കാം. അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഇനി ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം. ജസ്റ്റ് അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളത് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ മീനിങ് ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. അതൊക്കെ ഓർത്ത് ബൈ ഹാർട്ട് പഠിക്കാനൊന്നും പറ്റില്ല. സ്റ്റേജസ് മാത്രം ഓർത്ത് വയ്ക്കുക. There are mainly 3 stages: life cycle costing, analysis, planning, life cycle costing, analysis, preparation, then implementing and monitoring. എല്ലാത്തിലുള്ള പോലെ തന്നെ ആരും നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് അനലൈസിസ് എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം. എന്താണ് നമ്മൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാണ്, കോസ്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പ്ലാനിങ് വേണം. നമ്മൾ എന്തിനാണ് ഈ അനലൈസിസ് നടത്തുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്,
അത് നടത്തുന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ എന്താണ്, അതിനെന്തൊക്കെ റിസോഴ്സസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ബോട്ടിൽ നെക്സ് ഉണ്ട്, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ ഒരു ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സപ്പോർട്ട് എന്താണ്, ലേബർ സപ്പോർട്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അനലൈസിസ് ഒക്കെ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെക്കുകയാണ് എന്ത് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് അനലൈസിസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ്, അതിനുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അത് നമ്മൾ എന്തിനാണ് നടത്തുന്നത്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ കൺസ്ട്രെയിൻസാണ് നമുക്കുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുകയാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് അനലൈസിസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് പ്രിപ്പറേഷനിലേക്ക് പോകണം, റിയൽ ടൈമിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എങ്ങനെ വേണം, എന്ത് വേണം, ഇതൊക്കെയാണ് അതിൻ്റെ ബോട്ടിൽ നെക്സ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് റിയൽ ടൈമിലേക്ക് വരികയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമ്മളത് പ്രിപ്പയർ ആവണം, എത്ര റിസോഴ്സസ് വേണം, അത് നമ്മൾ റിയൽ ടൈമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തുക. ഓക്കെ, ദെൻ ഫൈനലി എന്താണ്, പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റിങ് ആൻഡ് മോണിറ്ററിങ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ദെൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ആ ഒരു അനലൈസിസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും കറക്ഷൻസ് വേണോ, അതൊക്കെ മോണിറ്റർ ചെയ്യുന്നു. എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ആ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ കോസ്റ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചാപ്റ്ററിൽ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. മേ ബി ചിലപ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഈ ഒരു പ്രോസസ്സും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ കുറച്ചുകൂടി അത് തിയറീസൊക്കെ കാണും, അതൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ടുഡേ.